RRB കണ്ടക്ട് ചെയ്യുന്ന ടെക്നീഷ്യൻ എക്സാം. ആർക്കൊക്കെയാണ് ടെക്നീഷ്യൻ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? RRB ടെക്നീഷ്യൻ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്ന സമയത്ത് ITI ഉദ്യോഗാർത്ഥികളുടെ സാധ്യത എത്രത്തോളം ഉണ്ട്? എന്തൊക്കെയാണ് RRB ടെക്നീഷ്യൻ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്കോർ എഴുതിയ മലയാളത്തിൻ്റെ ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് RRB ടെക്നീഷ്യൻ എക്സാം. RRB കണ്ടക്ട് ചെയ്യുന്ന ടെക്നീഷ്യൻ പരീക്ഷയിൽ അവരുടെ പ്രൊമോഷൻ സാധ്യത, അവരുടെ പേ ലെവല്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റുകൾ? ഇപ്പോൾ RRB ടെക്നീഷ്യൻ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടൊരു പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു. ആ അപ്ഡേറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കും. പുതിയതായിട്ട് വരുന്ന അപ്ലിക്കേഷൻസ് സ്വീകരിക്കാമോ? RRBയുടെ ഇതിന് മുന്നേയുള്ള നോട്ടിഫിക്കേഷൻ ഇട്ട അപ്ലിക്കേഷൻ ലിങ്ക് ഓൾറെഡി മാർച്ചിൽ ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന അപ്ലിക്കേഷൻ ലിങ്ക് നിങ്ങൾക്ക് സ്വീകരിക്കുമോ? പുതിയ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? കാരണം മാർച്ചിന് ശേഷം ITI പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും, ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് RRBയുടെ ഈ പുതിയ അപ്ഡേറ്റ് പ്രകാരം അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ടെക്നീഷ്യൻ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ഏത് ട്രേഡുകാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. പിന്നെ ITIക്കാരുടെ സാധ്യത എന്ത്? ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോയിന്റാണ്. ITI പഠിച്ചിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RRB ടെക്നീഷ്യൻ എക്സാമിന് എത്രത്തോളം സാധ്യതയുണ്ട്. അതുപോലെ തന്നെ RRBയുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിന് എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടി വരുന്നത്? ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ RRBയുടെ ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇതാണ് നോട്ടിഫിക്കേഷൻ്റെ ഫസ്റ്റ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേജിൽ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് കാറ്റഗറി നമ്പർ 02/2024 ഈ നോട്ടിഫിക്കേഷൻ, ആ പേരിലാണ് ഈ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുള്ളത്. അതിനകത്ത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കും ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കും കൂടിയിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. 2 തസ്തികകളിലേക്കായിട്ടാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് RRB തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് 9 അപ്ലിക്കേഷൻ ലിങ്ക് ക്ലോസ് ചെയ്തത് ഏപ്രിൽ 8 ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലോസ് ചെയ്യുകയും 10 ദിവസത്തെ കറക്ഷനും കഴിഞ്ഞ് ഏപ്രിൽ 18 RRBയുടെ ടെക്നീഷ്യൻ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട അപ്ലിക്കേഷൻ്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രൊസീജിയേഴ്സും അവസാനിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇന്നലെ ഇങ്ങനൊരു നോട്ടിഫിക്കേഷനുമായിട്ട് RRB പുറത്തുവിട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നോക്കിയാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും 2 പോസ്റ്റിലേക്കുള്ള എക്സാംസ് ആണ് RRB കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, അത് ലെവൽ 5 പോസ്റ്റാണ്. അതിൻ്റെ ബേസിക് സാലറി ഇവിടെ കൊടുത്തിട്ടുണ്ട് 29,200. മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട്. പ്രായപരിധി, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ പ്രായപരിധിയും കൊടുത്തിട്ടുണ്ട്. എത്ര ഒഴിവുണ്ടായിരുന്നു എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്, 1092. ടെക്നീഷ്യൻ ഗ്രേഡ് 3 പരീക്ഷയാണെന്നുണ്ടെങ്കിൽ ലെവൽ 2 തസ്തികയാണ്. 19,900 ഇനീഷ്യൽ പേ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രായപരിധി കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. 852 വേക്കൻസി. അങ്ങനെ ഓൾ ടുഗദർ 9,144 9,144 വേക്കൻസീസിലേക്കാണ് RRB മാർച്ച് മാസത്തിൽ നോട്ടിഫിക്കേഷൻ ഇട്ടപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. എന്ത് എക്സാമിന്? ടെക്നീഷ്യൻ എക്സാമിന്. അത് 2 തസ്തികയ്ക്കായിട്ട് ഇത്രയും വേക്കൻസീസിൽ ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഇത്രയും ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പുതിയ അപ്ഡേറ്റുകളായിട്ടാണ് RRB ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പോസ്റ്റിൻ്റെ പ്രത്യേകത? ഇതാണ് ALP ആൻഡ് ഗ്രേഡ് 3. നമ്മളിവിടെ കണ്ട ഗ്രേഡ് 3 ടെക്നീഷ്യൻ ഗ്രേഡ് 3 പരീക്ഷയുടെ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 2 ആണ്. ഓക്കെ, ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്നത് ഏതാണ്? ലെവൽ 5 പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഗ്രേഡ് 3 എക്സാം എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറുന്നത് ഈ തസ്തികയിലായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി ഗ്രേഡ് 1ലേക്കോ പിന്നീട് സീനിയർ ടെക്നീഷ്യനായിട്ടോ അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ ആയിട്ടോ ലെവൽ 6 പോസ്റ്റിലേക്കോ പ്രൊമോഷൻ കിട്ടി പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രൊമോഷൻ സാധ്യതകൾ എന്ന് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾ ഗ്രേഡ് 3 ആയിട്ടാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ ഗ്രേഡ് 2, ഗ്രേഡ് 1, സീനിയർ ടെക്നീഷ്യൻ, ജൂനിയർ എഞ്ചിനീയർ, സീനിയർ സെക്ഷൻ എഞ്ചിനീയർ തുടങ്ങിയ ലെവൽ 7 വരെയുള്ള പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ സാധ്യത നിങ്ങൾക്കുണ്ട്. ആ കാര്യം നിങ്ങൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കുക. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയുടെയും ഗ്രേഡ് 3 പരീക്ഷയുടെയും ലെവൽ 2 ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി സാലറിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയ്ക്കും ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു ലെവൽ 2 പോസ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതിൽ ഇൻഹാൻഡ് സാലറി ഓൾറെഡി അറൌണ്ട് 37,000 അടുപ്പിച്ച് ഇൻഹാൻഡ് സാലറി ലഭിക്കുന്നതായിരിക്കും. പിന്നെ പ്രൊമോഷൻ സാധ്യത ഞാൻ നേരത്തെ ഓൾറെഡി കണ്ടതാണ്. നിങ്ങൾക്ക് ലെവൽ 3ലേക്ക് പോവാം, ലെവൽ 5 ആയിട്ടുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 1ലേക്ക് പോവാം, ലെവൽ 6 ആയിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കും പോവാം. ലെവൽ 6 ആയിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിൻ്റെ ഓൾറെഡി ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതാണ്. അതിൻ്റെ സാലറി നോക്കുക 68,000.
അത്രയും അറൗണ്ട് ഇൻഹാൻസ് സാലറി കിട്ടാൻ സാധ്യതയുണ്ട്. പേ സ്കെയിലിന് പുറത്ത് DAയും മറ്റ് HR എല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻഹാൻസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അസിസ്റ്റന്റ് ലോക്കോബൽ പരീക്ഷയാണെന്നുണ്ടെങ്കിൽ ട്രാവലിംഗ് അലവൻസും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ലെവൽ 2 പോസ്റ്റിൽ നിന്നും നിങ്ങളിവിടെ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി ഈ പറയുന്ന രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സാലറി ഡീറ്റെയിൽസ്, ഇതാണ് ഇതിൻ്റെ പേ ലെവൽ ഡീറ്റെയിൽസ്. ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് അപ്ഡേറ്റ്? പുതിയ അപ്ഡേറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് പുതിയ അപ്ഡേറ്റ് RRB പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 9144 വേക്കൻസീസിലേക്ക് 18 കാറ്റഗറികളിലേക്കായിട്ടാണ് നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ട സമയത്ത് RRB എക്സാം കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. 9144 വേക്കൻസിയിലേക്ക് 18 പോസ്റ്റുകളിലേക്കായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ മറ്റ് RRBകളിൽ നിന്നുള്ള ഡിമാൻഡിന്റെ ഭാഗമായിട്ട് ഒരു 22 കാറ്റഗറികൾ കൂടി അധികമായിട്ട് റിക്രൂട്ട്മെന്റ് നടത്താനായിട്ട് തീരുമാനിക്കുകയും 9000-ൽ നിന്നും 14,000-ലേക്ക് വേക്കൻസീസ് കൂട്ടുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ 18 പോസ്റ്റുകൾ ഉണ്ടായിരുന്നത് ഇപ്പം എത്ര പോസ്റ്റായി? 40 പോസ്റ്റുകളായിട്ട് മാറി. 22 പോസ്റ്റുകൾ കൂടി ആഡ് ചെയ്തു. ആൻഡ് 9000 വേക്കൻസി ഉണ്ടായിരുന്നത് 5000-ഓളം വേക്കൻസി കൂട്ടിയിട്ട് 14,000-ഓളം വേക്കൻസീസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. പോസ്റ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, വേക്കൻസി 5000-ഓളം വേക്കൻസി കൂടിയിട്ടുണ്ട്. ഇതൊരു പുതിയൊരു കാര്യമല്ല. അസിസ്റ്റന്റ് ലോക്കോബൽ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വേക്കൻസി 5000 ചില്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വേക്കൻസി എന്ത് ചെയ്തു? എൻഹാൻസ് ചെയ്തു. 18,000-ഓളം വേക്കൻസീസ് ആയിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ടെക്നീഷ്യൻ പരീക്ഷ, രണ്ടാമത് നോട്ടിഫിക്കേഷൻ വന്ന ടെക്നീഷ്യൻ പരീക്ഷയുടെയും വേക്കൻസി 5000-ഓളം വേക്കൻസി എന്ത് ചെയ്തിട്ടുണ്ട്? അവർ കൂട്ടിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെയും വേക്കൻസി എന്ത് ചെയ്യാം? കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടെക്നിക്കൽ എക്സാംസ്, RRB കണ്ടക്ട് ചെയ്യുന്ന ടെക്നിക്കൽ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിരിക്കുക, നിങ്ങൾക്ക് അവസരങ്ങൾ ഒരുപാടാണ് ഈ വർഷം നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ഇനി പിന്നെന്താണ് അവർ പറയുന്നത്? അപ്പോൾ ഇത്രയും പോസ്റ്റുകൾ, 22ഓളം പോസ്റ്റുകൾ അവർ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 22 പോസ്റ്റുകളിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അല്ലെ, 22 പോസ്റ്റുകൾ പുതിയതായിട്ട് വന്നിട്ടുള്ള പോസ്റ്റുകളാണ്. ആ പോസ്റ്റ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? അപ്പോൾ അവിടെ ആ 22 പോസ്റ്റിൻ്റെയും എലിജിബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡും അവർ ഡീറ്റെയിൽ ആയിട്ട് ഇതേ ഉത്തരവിനകത്ത് തന്നെ, ഇതേ നോട്ടിഫിക്കേഷനകത്ത് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുതിയ ഉത്തരവ് പ്രകാരം ഈ 22 തസ്തികകൾ പുതുതായിട്ട് വന്നതുകൊണ്ട് എന്ത് ചെയ്യാം? പുതുതായിട്ടുള്ള കുട്ടികൾക്ക് കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ RRB ടെക്നീഷ്യൻ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ലിക്കേഷൻ ലിങ്ക് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏപ്രിൽ മാസത്തിൽ ക്ലോസ് ചെയ്തതാണെന്നുണ്ടെങ്കിലും പുതുതായിട്ട് ഇത്രയും തസ്തികകൾ വന്നതുകൊണ്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യാം? പുതിയ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏപ്രിൽ മാസത്തിന് ശേഷം പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏപ്രിൽ മാസത്തിൽ ഇങ്ങനെ ഒരു എക്സാം ഉണ്ടായിരുന്നു എന്ന് മറന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ അറിയാതെ പോയിട്ടുള്ള കുട്ടികൾക്ക് ഇതൊരു പുതിയ അവസരമായിട്ട് എടുക്കാം. മാത്രമല്ല ഒഴിവും കൂടിയിട്ടുണ്ട്, 5000-ഓളം വേക്കൻസിയും കൂടിയിട്ടുണ്ട്. ഇനി നിലവിൽ അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികളുടെ അവസ്ഥ എന്താണ്? അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് RRB ചേഞ്ച് ചെയ്യാം. അതായത് അവർ അപ്ലൈ ചെയ്തിട്ടുള്ള RRB ഏതാണോ ആ RRB അല്ലാതെ പുതിയൊരു RRB വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അവരുടെ സോണുകൾ മാറ്റാം, പോസ്റ്റ് പ്രിഫറൻസും മാറ്റാം. കാരണം പുതിയതായിട്ട് ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുള്ളത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? പോസ്റ്റ് പ്രിഫറൻസും സോണും അതുപോലെ തന്നെ നമ്മുടെ RRBയും എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു വിൻഡോ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ, നമ്മൾ 21 RRBs ഉണ്ട്. ആ 21 RRBകളെയും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു ലിങ്ക് ആക്ടിവേറ്റ് ആവും. ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ 15 ദിവസമാണ് നിങ്ങളുടെ സമയം. 15 ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പുതുതായിട്ട് അപ്ലൈ ചെയ്യേണ്ടവർക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഈ പറയുന്ന പോലെ RRB ചേഞ്ച് ചെയ്യാനോ പോസ്റ്റുകൾ ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിൽ ഓർത്തിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആർക്കാണ് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി RRB 3 ക്രൈറ്റീരിയയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൊന്ന് നിങ്ങളുടെ പ്രായം, 2 നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്, 3 നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത. ഈ 3 ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതനുസരിച്ചാണ് നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഏതൊക്കെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഏജിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം, ഞാൻ നേരത്തെ കാണിച്ച ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം, അത് ലെവൽ 5 പോസ്റ്റാണ്. അതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ജനറൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ജനറൽ കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/ST സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ 5 വർഷവും OBC സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ട്. നിങ്ങൾ പേജ് നമ്പർ നോട്ട് ചെയ്ത് വെക്കാം, നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുക. ഏതെങ്കിലും ഒരു RRBയുടെ സൈറ്റിൽ പോയിട്ട് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ്
02/2024 എടുക്കുക. അതിൽ 5ാമത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇമേജ് കാണാൻ സാധിക്കും. നിങ്ങൾ ഈ ഒരു പ്രായപരിധിക്കകത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ, റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇത്ര വർഷത്തോളം റിലാക്സേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഏജ് എന്ന് പറയുന്ന ക്രൈറ്റീരിയയിൽ ഉള്ളത്. രണ്ടാമത്തെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ പോസ്റ്റിനും ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ആ പോസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ ആ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജോയിനിങ് ആ പോസ്റ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പോസ്റ്റിൽ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ RRB പ്രധാനമായിട്ടും പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് A3, B1, B2. അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഇതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കാം. ഈ ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങളുടെ ഐ വിഷൻ അനുസരിച്ച്, അതേപോലെ തന്നെ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ, മെസോപ്പിക് വിഷൻ തുടങ്ങിയ ടെസ്റ്റുകളൊക്കെ നിങ്ങൾ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പവർ ഈ പറയുന്ന പോലെ 2D എക്സീഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യുന്നവരോ യൂസ് ചെയ്യാത്തവരോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ A3 വിഭാഗത്തിൽ വരും. അതനുസരിച്ച് അവർ ഈ കണ്ണിൻ്റെ പവർ അനുസരിച്ചും മറ്റ് ക്രൈറ്റീരിയ അനുസരിച്ചും അവർ എന്ത് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന് പേര് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസിൽ പേജ് നമ്പർ 4 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് A3, B1, B2 ഈ 3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് ഒറിജിനൽ നോട്ടിഫിക്കേഷനിൽ ടെക്നീഷ്യൻ RRB കണ്ടക്ട് ചെയ്യുന്ന ടെക്നീഷ്യൻ എക്സാമിൻ്റെ ഒറിജിനൽ നോട്ടിഫിക്കേഷനിൽ ഈ പറയുന്ന 3 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. C1 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഈ പുതുതായിട്ട് വന്ന അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്. C1 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഈ പുതുതായിട്ട് വന്ന അപ്ഡേറ്റിനകത്ത് ഉള്ളതാണ്. ഒരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാം. നോട്ടിഫിക്കേഷനിൽ, ഒറിജിനൽ നോട്ടിഫിക്കേഷനിൽ 18 പോസ്റ്റുകളാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പം എത്ര പോസ്റ്റുകളുണ്ട്? 40 പോസ്റ്റുകൾ, 22 പുതിയ തസ്തികകൾ അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ 18 പോസ്റ്റുകളിലേക്കായിട്ട് ഓരോ പോസ്റ്റിലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് അവർ ക്രൈറ്റീരിയ ഫിക്സ് ചെയ്തിരുന്നത്. പുതുതായിട്ട് 22 പോസ്റ്റുകൾ ആഡ് ചെയ്തു. ആ പുതുതായിട്ട് ആഡ് ചെയ്ത 22 പോസ്റ്റുകളിൽ 21 പോസ്റ്റിനും C1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് മതി. പുതുതായിട്ട് ആഡ് ചെയ്ത 22 പോസ്റ്റുകളിൽ 21 പോസ്റ്റിനും C1 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് മതി. ഈ C1 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് RRB കണ്ടക്ട് ചെയ്യുന്ന എക്സാംസിൽ ഏറ്റവും ലോവസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. അതിനകത്ത് ഈ പറയുന്ന കളർ വിഷനോ, ബൈനോക്കുലർ വിഷനോ, നൈറ്റ് വിഷൻ്റെയോ ടെസ്റ്റുകളൊന്നുമില്ല. ഈ പറയുന്ന ഡിസ്റ്റൻസ് വിഷൻ നിങ്ങൾക്ക് വിത്ത് ഓർ വിത്തൗട്ട് ക്ലാസ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പറ്റുന്നൊരു മെഡിക്കൽ കണ്ടീഷനാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ C1ൽ വരുന്ന എല്ലാ പോസ്റ്റുകളും അപ്ലൈ ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു C1ൽ എത്ര പോസ്റ്റ് ഉണ്ടെന്ന്. 21 പോസ്റ്റുകളാണ് പുതുതായിട്ട് RRB ടെക്നീഷ്യന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ അവസരങ്ങൾ എത്രത്തോളം വർദ്ധിക്കുന്നു എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. മെഡിക്കലി നിങ്ങൾ ഫെയിൽ ആവാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ്. കാരണം 21 പോസ്റ്റുകൾക്ക് C1 സ്റ്റാൻഡേർഡ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 21 പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ആ 21 പോസ്റ്റുകളും ഉള്ള RRBകൾ കംപ്ലീറ്റ് എന്ത് ചെയ്യും, അത്രത്തോളം വേക്കൻസീസ് നിങ്ങൾക്ക് കൂടും, അത്രത്തോളം നിങ്ങളുടെ സാധ്യത കൂടുന്നുള്ള കാര്യം കൂടെ ഇവിടെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇനി ക്വാളിഫിക്കേഷൻ, ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ ക്വാളിഫിക്കേഷനാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം ഇപ്പോൾ വന്ന പുറത്തുവിട്ട അപ്ഡേറ്റിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല. അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിലെ വേക്കൻസി ഒരു RRBയിലും കൂടിയിട്ടില്ല. അതിൻ്റെ കാറ്റഗറി നമ്പർ 1 ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഈ പറയുന്ന അപ്ഡേഷൻ്റെ PDF എടുത്ത് നോക്കാം. നമുക്ക് ഇതിന് താഴെ അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എൻ്റെ ലിങ്ക്. ആ PDF എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിൻ്റെ കാറ്റഗറി നമ്പർ 1 എവിടെയും വേക്കൻസി, ഒരു RRBയിലും അതിൻ്റെ വേക്കൻസിയിൽ യാതൊരു വിധത്തിലുള്ള ചേഞ്ചും വന്നിട്ടില്ല. ആകെ മാറ്റം വന്നിട്ടുള്ളത് ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ കാര്യത്തിലാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 കാറ്റഗറി നമ്പർ 19 തൊട്ട് കാറ്റഗറി നമ്പർ 40 വരെ 22 പോസ്റ്റുകൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3നെ പറ്റിയിട്ടാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ടെക്നീഷ്യൻ എക്സാമിന് മാറ്റം വന്നിട്ടുള്ളൂ. ഗ്രേഡ് 1ൻ്റെ കാര്യത്തിൽ മാറ്റം വന്നിട്ടില്ല. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? നിങ്ങൾ 10th പാസ്സായിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൈവശം ഒരു ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 അപ്ലൈ ചെയ്യാൻ പറ്റും. 10th പാസ്സായതിനു ശേഷം ഏതെങ്കിലും ഒരു ITI പഠിച്ചിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3ൽ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് എവിടെയാണ് എഴുതിയിരിക്കുന്നത്, പേജ് നമ്പർ 18 എടുത്ത് നോക്കുക. നോട്ടിഫിക്കേഷനകത്ത് പേജ് നമ്പർ 18 എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 10ാം ക്ലാസ് നിർബന്ധമായിട്ടും പാസ്സായിരിക്കണം. ഏതെങ്കിലും ഒരു ITI ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിന് നിങ്ങൾ എലിജിബിൾ ആണ്. നിങ്ങൾ എടുത്തിരിക്കുന്ന ട്രേഡ് അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും. പക്ഷേ 10ന് ശേഷം നിങ്ങൾ ITI എടുത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാധ്യത അത്രയധികം കൂടും. കാരണം ഇപ്പം 40 പോസ്റ്റുകളാണുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രേഡിൽ ITI എടുത്തുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇവിടെ മറ്റൊരു ചോദ്യം വരാം. ITI കഴിഞ്ഞ് ഡിപ്ലോമ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കൈവശം ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മാത്രം മതി.
ഇനി ITI കഴിഞ്ഞിട്ട് ബിടെക് എടുത്തിട്ട് കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ITI സർട്ടിഫിക്കറ്റ് 10ന് ശേഷം ITI സർട്ടിഫിക്കറ്റ് ഉള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഇതിന് മുകളിൽ നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതിനോട് പ്രസക്തിയില്ല. ITI നിങ്ങളുടെ കൈവശമുണ്ടോ, ITI സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശമുണ്ടോ, 10ന് ശേഷം നിങ്ങൾ ITI പഠിച്ചവരാണോ, നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3ൽ നിങ്ങൾ ഏത് ട്രേഡാണോ പഠിച്ചിരിക്കുന്നത് ആ ട്രേഡിന് പറ്റുന്ന പോസ്റ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ജനറൽ കാൻഡിഡേറ്റ്സിനും, SC/ST വിഭാഗക്കാരാണെന്നുണ്ടെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷനും, OBC-കാരാണെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷനും വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആ പ്രായപരിധിയിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തു. മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി കണ്ടു. A3 മുതൽ C1 വരെയുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാമിനകത്തുള്ളത്. ഒറിജിനൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ടെക്നീഷ്യൻ ഗ്രേഡ് എക്സാമിനകത്തുള്ളത് അത് ഗ്രേഡ് 1നും ഗ്രേഡ് 3ക്കും കൂടെ ചേർത്ത്. അതിനകത്ത് ഒറിജിനൽ നോട്ടിഫിക്കേഷനിൽ C1 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷനകത്ത് അല്ലെങ്കിൽ അപ്ഡേഷനകത്ത് C1 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ച് 21 പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതുതായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചു. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. 10ാം ക്ലാസ്സിന് ശേഷം ITI ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് നിങ്ങളുടെ മിനിമം ക്വാളിഫിക്കേഷൻ. ഇത്രയും സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ഇതിന് മുകളിൽ നിങ്ങൾ എത്രത്തോളം പഠിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്ന എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും. നേരെ ഡിപ്ലോമ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നേരെ ബിടെക് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ITI സ്റ്റുഡൻസ്. ITI പഠിച്ചിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ അവസരമാണ്. എന്തുകൊണ്ട്? നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മൾ കേരള PSC കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് ആയിക്കോട്ടെ, മറ്റേത് ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന എക്സാം ആയിക്കോട്ടെ, സാധാരണ ഇതിൽ എന്താ സംഭവിക്കുന്നത്, ITI യോഗ്യതയുള്ള ഒരു പോസ്റ്റിലേക്ക് ഡിപ്ലോമക്കാരും ബിടെക്കുകാരും MTechകാരും എല്ലാവരും എഴുതുന്നുണ്ട് അല്ലേ. അപ്പോൾ ITI സർട്ടിഫിക്കറ്റ് മാത്രമുള്ള കുട്ടികളുടെ സാധ്യത അവിടെ മങ്ങുന്നതായിട്ടാണ് നമ്മൾ കേരള PSCയിലൊക്കെ നിരന്തരമായിട്ട് കാണുന്നത്. പക്ഷെ RRB കണ്ടക്ട് ചെയ്യുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റിലേക്ക് ITI സർട്ടിഫിക്കറ്റ് ഉള്ളവനെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഡിപ്ലോമ പഠിച്ചതുകൊണ്ടോ ബിടെക് പഠിച്ചുകൊണ്ടോ കാര്യമില്ല. നിങ്ങളുടെ കൈവശം ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഡിപ്ലോമയോ ബിടെക്കോ പഠിച്ചിട്ടുള്ള കുട്ടികളാണെന്നെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ITI കഴിഞ്ഞതിന് ശേഷം ഡിപ്ലോമയും ബിടെക്കും എടുത്തിട്ടുള്ള ആളുകളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ് അല്ലേ. നമ്മൾ കേരള PSCയിലെ സിനാരിയോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 3 അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. കാരണം ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് ആരുടെ കൂടെയാണ്? നിങ്ങളുടെ കൂടെ ITI പഠിച്ചിട്ടുള്ള ആളുകളുടെ കൂടെ മാത്രമാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഡിപ്ലോമ പഠിച്ചവരുടെ കൂടെയോ ബിടെക് പഠിച്ചവരുടെ കൂടെയോ MTech പഠിച്ചവരുടെ കൂടെയോ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് നിങ്ങൾ ഒന്നാമത് തന്നെ നിങ്ങളെ മനസ്സിൽ ഉറപ്പിക്കുക. അതുകൊണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത് ITI വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പോസ്റ്റായിട്ട് മനസ്സിലങ്ങ് ഉറപ്പിക്കുക. ഇത് നിങ്ങളുടെ ഒരു സുവർണ അവസരമാണ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുപോലെ ഒരു അവസരം കേരള PSCയിലോ മറ്റൊരു ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനകത്തോ ഉണ്ടായിരിക്കില്ല. ഓക്കെ ആണല്ലോ. ഇനി ഇത് വാക്കൻസി ചാർട്ടാണ്, അപ്ഡേറ്റഡ് ചാർട്ടാണ്. അതായത് പുതിയതായിട്ട് വന്നിട്ടുള്ള വാക്കൻസീസ് കൂടി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രേഡ് 1ൻ്റെ വാക്കൻസിക്കകത്ത് മാറ്റമില്ല. ബിഫോർ അപ്ഡേഷൻ, അതായത് നോട്ടിഫിക്കേഷൻ ഇട്ട സമയത്തും 1092 വാക്കൻസിയാണുള്ളത്, ഇപ്പോഴും 1092 വാക്കൻസിയാണ് ഉള്ളത്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 നോട്ടിഫിക്കേഷൻ പുറത്തു വന്ന സമയത്ത് ഒറിജിനൽ നോട്ടിഫിക്കേഷനകത്ത് കാറ്റഗറി നമ്പർ 15 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഉണ്ട്. ഈ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് മാത്രമാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 10ന് ശേഷം +2 ഫിസിക്സോ മാത്സോ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. കാറ്റഗറി നമ്പർ 15. ഓക്കെ. ഇപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള 22 പോസ്റ്റുകളിൽ കാറ്റഗറി നമ്പർ 19 ടെക്നീഷ്യൻ ഗ്രേഡ് 3 ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റും ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? 10ന് ശേഷം +2 ഫിസിക്സോ മാത്സോ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്ന തസ്തിക മാറ്റി വെച്ചാൽ ബാക്കിയെല്ലാം ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റുകളാണ്. അപ്പോൾ ടോട്ടൽ 40 പോസ്റ്റുകളുണ്ട്. ആ 40 പോസ്റ്റിൽ കാറ്റഗറി നമ്പർ 1 ആണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി 39 പോസ്റ്റുകളും എന്താണ്? ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റാണ്. ഇതിൽ തന്നെ ഈ 39 പോസ്റ്റുകളിൽ തന്നെ കാറ്റഗറി നമ്പർ 15ഉം കാറ്റഗറി നമ്പർ 19ഉം 10ന് ശേഷം +2 ഫിസിക്സും മാത്സും പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ 39 പോസ്റ്റും ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? ITI ഉള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ തന്നെ കാറ്റഗറി നമ്പർ 15ഉം 19ഉം ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും?
10ന് ശേഷം +2 ഫിസിക്സോ മാത്സോ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസീസ് എത്രയായിട്ട് കൂടിയുണ്ട്? ഒരു 13 വേക്കൻസി കൂടി. കാരണം കാറ്റഗറി നമ്പർ 19 ഒരു പുതിയ പോസ്റ്റ് കൂടെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലാകെ മാൾഡ എന്ന് പറയുന്ന RRBയിൽ മാത്രമേ ഒഴിവുള്ളൂ. അവിടെ 13 ഒഴിവാണ് ഉള്ളത്. ആ ഒഴിവുകൾ ചേർത്ത് 1436 ഒഴിവുകളാണ് ഗ്രേഡ് 3 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനും കാറ്റഗറി നമ്പർ 19 ടെലികമ്മ്യൂണിക്കേഷനും കൂടെ ചേർത്ത് ഉള്ളത്. ഓക്കെ, ഇനി ഗ്രേഡ് 3 ITIക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ എത്രയാണ്? ഇതിനു മുന്നേ 6629 ഉണ്ടായിരുന്നു. പുതുക്കിയ വേക്കൻസീസ് കൂട്ടിക്കഴിഞ്ഞാൽ 11770 അത്രയും വേക്കൻസീസ് ആണ് ITI കുട്ടികൾ മാത്രം കോമ്പീറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ITI കുട്ടികൾക്ക് മൊത്തത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒഴിവ് എത്രയാണ്? 13206. അതെങ്ങനെയാണ്? ഇതിന്റെ കൂടെ ഇതുകൂടെ കൂട്ടിയാൽ മതി. കാരണം ഈ പോസ്റ്റ് ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? ITക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ പോസ്റ്റ് ആർക്കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും? 10ന് ശേഷം +2 ഫിസിക്സും മാത്സും പഠിച്ചിട്ടുള്ള കുട്ടികൾ കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഗ്രേഡ് 3 എന്ന് പറയുന്നത് ഈ ഒരു കോളം ആർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ITI ഉള്ള കുട്ടികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ITക്കാർക്ക് കിട്ടുന്ന മൊത്തം വേക്കൻസി എത്രയായി? 13206 ഒഴിവുകൾ. അങ്ങനെ ഇപ്പൊ പുതുക്കിയിട്ടുള്ള വേക്കൻസീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എത്രയുണ്ട്? 14298 ഒഴിവുകളാണ് ടെക്നീഷ്യൻ എക്സാമിന് വേണ്ടി RRB പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ 14298 ഒഴിവുകളിൽ 11770 ഒഴിവുകൾ ആർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്? ITI പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്. ഇത് ഡിപ്ലോമക്കാർക്കോ ബിടെക്കാർക്കോ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് അല്ല. ഇവിടെ വേറെ ആരും നിങ്ങളുടെ കൂടെ മത്സരിക്കാനുണ്ടായിരിക്കില്ല. ഈ 11770 തസ്തികകളിൽ കോമ്പീറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ITI സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലങ്ങ് ഉറപ്പിക്കുക. അപ്പം ഇതാണ് വേക്കൻസി, പുതുക്കിയ വേക്കൻസിയുടെ ചാർട്ട്. ഇനി എന്താണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്? ഈ 11770 ഒഴിവുകളിലേക്ക് പുതിയതായിട്ടുള്ള ഫ്രഷ് എലിജിബിൾ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് RRB മാറ്റാനോ പോസ്റ്റുകൾ മാറ്റാനോ സാധിക്കും. അപ്പോൾ ആ അവസരം കൂടെ ഇവിടെ മനസ്സിലങ്ങ് ഉറപ്പിക്കുക. ഇതുവരെ ടെക്നീഷ്യൻ ഗ്രേഡ് എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റാതിരുന്നവർ, ചിലപ്പോൾ പാസ് ഔട്ട് ആവാത്തത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ എക്സാമിനെ പറ്റി കേൾക്കാത്ത കുട്ടികളായിരിക്കാം, അവർക്ക് പുതുതായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ പോസ്റ്റ് പ്രിഫറൻസിനെ പറ്റിയിട്ടോ സോൺ സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ RRB സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയോ വലിയ ഐഡിയ ഇല്ലാതെ നിങ്ങൾ അപ്ലൈ ചെയ്ത് പോയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കണ്ട. നിങ്ങളുടെ RRB അടക്കം എല്ലാ കാര്യങ്ങളും മാറ്റിക്കൊണ്ട് ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ പുതുക്കിയ അപ്ഡേഷൻ പ്രകാരം. അപ്പോൾ ഈ രണ്ട് കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ ഒന്ന് ഉറപ്പിക്കുക. ഇനി ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ നാടിനോട് ചേർന്ന് കിടക്കുന്ന, കേരളത്തോട് ചേർന്ന് കിടക്കുന്ന 5 RRBയും ആ 5 RRBയിലുള്ള ഒഴിവുകളുമാണ്. ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ, സെക്കന്ദരാബാദ്, ട്രിവാൻഡ്രം, ഈ 5 RRBകളിലേക്കാണ് കൂടുതലും കേരളത്തിലെ കുട്ടികൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, നോട്ടിഫിക്കേഷൻ ഇട്ട സമയത്ത് ഇത്രയും ഒഴിവുകളാണ് ഈ RRBകളിന് മുന്നേ ITI മാത്രമുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒഴിവുകൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അപ്ഡേഷന് ശേഷം ഈ പുതിയ 22 തസ്തികകൾ ആഡ് ചെയ്തതിന് ശേഷം ഇത്രയും ഒഴിവുകൾ കൂടെ അവർ ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ഒഴിവ് ഏതാണ്? ഈ ഒഴിവും ഇതും കൂടെ കൂട്ടി കിട്ടുന്നതാണ് ടോട്ടൽ ഒഴിവുകൾ എന്ന് പറയുന്നത്. ഇനി ഗ്രേഡ് 3 നേരത്തെ ഞാൻ പറഞ്ഞ 10ന് ശേഷം +2 ഫിസിക്സും മാത്സും ഉള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളിലുള്ള ഒഴിവുകളാണ് ഈ കോളത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഗ്രേഡ് 3 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷനുള്ള കുട്ടികൾക്ക്, അതായത് 10ന് ശേഷം +2 ഫിസിക്സോ മാത്സോ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഇത്രയും ഒഴിവുകളാണ് ഈ RRBയിൽ ഉള്ളത്. അപ്പോൾ ടോട്ടൽ ITI പഠിച്ചിട്ടുള്ള കുട്ടികളുടെ ഒഴിവ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ്. ബാംഗ്ലൂർ 293 ഒഴിവുകളാണ് ITI മാത്രം പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ചെന്നൈയിലാണെന്നുണ്ടെങ്കിൽ 2668 ഒഴിവുകളാണുള്ളത്. മുംബൈയിലാണെന്നുണ്ടെങ്കിൽ 1731 ഒഴിവാണുള്ളത്. സെക്കന്ദരാബാദ് 883 ഒഴിവും. ട്രിവാൻഡ്രം 248 ഒഴിവാണുള്ളത്. പുതിയ അപ്ഡേഷൻ വന്ന സമയത്ത് എവിടെ വേക്കൻസി ഇല്ല. ട്രിവാൻഡ്രത്ത് പുതിയ വേക്കൻസീസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുന്നേ ഉണ്ടായിരുന്ന അതേ ഒഴിവ് തന്നെയാണ് ട്രിവാൻഡ്രത്തുള്ളത്. എന്നാൽ ചെന്നൈയിൽ നോക്ക്, 1883 ഒഴിവുകൾ കൂടി ചെന്നൈയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ എത്ര ഒഴിവായി? 2668 ഒഴിവുകളായിട്ട് മാറി. 11770 വേക്കൻസീസ് ആണ് ടോട്ടൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക്, ITI യോഗ്യതയുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിൽ തന്നെ 2668 ഒഴിവ് എവിടെയാണുള്ളത്? ചെന്നൈയിലാണുള്ളത്. ITI കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ വേക്കൻസീസ് ഇത്രയാണ്. അതിൽ തന്നെ 2668 ഒഴിവുകൾ എവിടെയാണുള്ളത്?
ചെന്നൈയിനകത്താണ് ഉള്ളത്. അപ്പോൾ ഈ കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ ഓർപ്പിക്കുക. അപ്പോൾ ITI കുട്ടികൾക്കുള്ള സുവർണ അവസരമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത്രയും ഒഴിവുകളുള്ള മറ്റൊരു എക്സാമും ഇനി ഇന്ത്യയിൽ ITIക്കാർക്ക് വേണ്ടി നടത്താൻ പോകുന്നില്ല. ITIക്കാർ മാത്രമാണ് ഇവിടെ കോമ്പീറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടെ മനസ്സിൽ ഓർപ്പിക്കുക. ഏജ് എത്രയാണെന്നുള്ളതും മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് ഈ എക്സാമിന് പഠിക്കേണ്ടത്? അടുത്ത് നമുക്ക് അതാണ് നോക്കാനുള്ളത് അല്ലേ. നമ്മൾ അവസരങ്ങൾ മനസ്സിലാക്കി, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം മനസ്സിലാക്കി, ആരുടെ കൂടെയാണ് നിങ്ങൾ മത്സരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി, ഒഴിവുകൾ എത്രയുണ്ടെന്ന് മനസ്സിലാക്കി, എവിടെയാണ് ഒഴിവ് കൂടുതൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. അതൊക്കെ ശരി. ഇനി എക്സാമിന് എന്താണ് പഠിക്കാനുള്ളത്? അതാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പോൾ ഇതാണ് എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാം 90 മിനിറ്റിൻ്റെ എക്സാം ആയിരിക്കും. എത്ര മാർക്കിൻ്റെ? 100 മാർക്കിന് 90 മിനിറ്റിൻ്റെ എക്സാം ആയിരിക്കും നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് പേജ് നമ്പർ 13 കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പേജ് നമ്പർ 13 ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അവർ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. മാത്സ് 25 മാർക്കിനായിരിക്കും ഉണ്ടായിരിക്കുക. ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ഭാഗം 25 മാർക്കിന്, ജനറൽ സയൻസ് എന്ന് പറയുന്ന ഭാഗം 40 മാർക്കിന്, ജനറൽ അവയർനെസ് 10 മാർക്കിന്. അങ്ങനെ ഓൾ ടുഗദർ 100 മാർക്കിനായിരിക്കും പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. 1.5 മണിക്കൂറിൻ്റെ പരീക്ഷയായിരിക്കും. ഒരു കാര്യം കൂടെ ഇവിടെ ഉറപ്പിച്ചു വെക്കാം, സിംഗിൾ ടയർ എക്സാം ആയിരിക്കും. 2 സ്റ്റേജോ 3 സ്റ്റേജോ ഒന്നും നിലവിൽ ഇല്ല. നോട്ടിഫിക്കേഷൻ ഇട്ട സമയത്ത് ഒറ്റ സ്റ്റേജ് എക്സാം എന്നാണ് RRB പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരീക്ഷയിൽ നിങ്ങൾ എത്ര മാർക്കാണോ വാങ്ങിക്കുന്നത് അത് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഈ ഒരു പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുന്നുള്ള കാര്യം ഉറപ്പായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തെ ടയർ കടന്ന് രണ്ടാമത്തെ ടയർ കടന്ന് പിന്നെ മെഡിക്കൽ പിന്നെ DV അങ്ങനെയുള്ള പ്രോസസ്സൊന്നും ഇവിടെ നിലവിൽ ഇല്ല. സിംഗിൾ ടയർ എക്സാം ആണ്. 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. 1.5 മണിക്കൂറാണ് ഉള്ളത്. സിലബസ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കിട്ടുന്ന ഓരോ മാർക്കും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കും. ഇതിൽ നിങ്ങൾ എത്രത്തോളം നല്ല മാർക്ക് വാങ്ങിക്കുന്നോ നിങ്ങളുടെ റാങ്ക് അത്രത്തോളം മുകളിലായിരിക്കും. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജോലിയും കിട്ടും. സിംഗിൾ ടയർ എക്സാം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ പ്രോസസ്സ് കഴിഞ്ഞു പോവുകയും ചെയ്യും. ഇനി ഈ ഓരോ സബ്ജക്റ്റിനെയും സിലബസ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മാത്സിനകത്ത് നിന്ന് എവിടെ നിന്നൊക്കെയാണ് ചോദ്യം വരിക, റീസണിങ്ങിന് എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരിക, സയൻസ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ്, ബയോളജിയാണ് ലൈഫ് സയൻസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 10ാം ക്ലാസ് വരെയുള്ള CBSE പാഠഭാഗത്തു നിന്നുള്ള ഫിസിക്സ്, കെമിസ്ട്രി ലൈഫ് സയൻസിൽ നിന്നാണ് സയൻസിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. സയൻസിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയാൻ കാരണം 40 മാർക്ക് ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? സയൻസിൽ നിന്നാണ് വരുന്നത്. ജനറൽ അവയർനെസ്സിൽ എന്തൊക്കെയാണുള്ളത്? സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, കറണ്ട് അഫയേഴ്സ്, ആനുകാലികം, സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ആൻഡ് അതർ സബ്ജക്ട്സ് ഓഫ് ഇമ്പോർട്ടൻസ്. ഇത്രയും ഭാഗങ്ങളാണ്. അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ സിലബസ് എന്ന് പറഞ്ഞാൽ. ഈ സിലബസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇതേ സിലബസ് തന്നെയാണ് RRB കണ്ടക്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഡിക്ക് 2019 RRB ഗ്രൂപ്പ് ഡി എക്സാം കണ്ടക്ട് ചെയ്തു. അത് ഈ പറയുന്ന പോലെ 10th ലെവൽ ക്വാളിഫിക്കേഷനുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് RRBയുടെ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പ് ഡിക്കകത്തും ഇതേ സിലബസും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇനി കണ്ടക്ട് ചെയ്യാൻ പോകുന്ന NTPCക്കും ഇതേ സിലബസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് നിങ്ങൾ ഇവിടെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ എക്സാമിന് അപ്ലൈ ചെയ്ത് ഇവിടെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ RRB ഫ്യൂച്ചറിൽ കണ്ടക്ട് ചെയ്യുന്ന എക്സാംസിനും അത് യൂസ്ഫുൾ ആയിരിക്കും. മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് മനസ്സിലാക്കി വെക്കുക, കേരള PSC ITI യോഗ്യകളുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ടെക്നിക്കൽ സബ്ജക്ട്സ് കൂടെ ഉണ്ട്. ഇതിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ടെക്നിക്കൽ സബ്ജക്ട്സ് കാണാൻ പറ്റുമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച ട്രേഡിനകത്ത് അതിനകത്തുള്ള നിങ്ങളുടെ നോളജ് ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രസക്തിയും ഇല്ല. ഇത് കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിന് നിങ്ങളുടെ മുന്നിലേക്കുള്ളത്. എന്ന് പറഞ്ഞാൽ ITI പഠിച്ച് ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലെവൽ പ്ലേ ഒരേപോലെയാണ് അല്ലേ? കാരണം ടെക്നിക്കൽ സബ്ജക്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന പല സബ്ജക്റ്റുകൾ നിങ്ങൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ 10th ശേഷം ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കോമ്പിറ്റൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന കോമ്പീറ്റ് ചെയ്യുന്നത് ഒരേപോലെ ആയിരിക്കും. അതിനകത്ത് മുൻപന്മാരും പിൻപന്മാരും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ കുറവായിരിക്കും. അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങളിവിടെ ഉറപ്പിച്ചു വെക്കുക. ഒറ്റ ടയർ എക്സാമാണ്. ഈ സിലബസ് തന്നെയാണ് ഇനി വരാനിരിക്കുന്ന NTPCക്കും ഗ്രൂപ്പ് ഡിക്കൊക്കെ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ടെക്നിക്കൽ സബ്ജക്റ്റുകൾ ഇല്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങളിവിടെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിനെ പറ്റി നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഞാൻ വീണ്ടും എടുത്തു പറയാൻ കാരണം എന്താണ്? ITIക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 37ഓളം പോസ്റ്റുകളാണുള്ളത്. ഈ അവസരം നിങ്ങൾ കാണാതെ പോകരുത്. 40 പോസ്റ്റുകളിലേക്കാണ് ടെക്നീഷ്യൻ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതിലൊരു പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 ലെവൽ 5 പോസ്റ്റാണ്. അതിന് നമ്മൾ മാറ്റിവെച്ചു. പിന്നെ കാറ്റഗറി നമ്പർ 15ഉം കാറ്റഗറി നമ്പർ 19ഉം അത് 10ന് ശേഷം
+2 ഫിസിക്സും മാത്സും പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് കൂടി അപ്ലൈ ചെയ്യാം. ആരുടെ കൂടെ? ITIക്കാരുടെ കൂടെ. ബാക്കി വരുന്ന 37 പോസ്റ്റുകളിലേക്ക് ITI യോഗ്യതയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും വലിയൊരു സുവർണ അവസരം നിങ്ങൾ പാഴാക്കി കളയാതിരിക്കുക. അത്രയും വരുന്ന പോസ്റ്റുകളിലേക്ക് 11,770 ഒഴിവുകളാണ് ഉള്ളത്. 14,000 ഒഴിവാണ് ആകെ മൊത്തം ടെക്നീഷ്യൻ ഉള്ളത്. അതിൽ 11,770 ഒഴിവുകൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിനാണ്. അത്രയും ഒഴിവുകളിലേക്ക് ITIക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഇതിനകത്ത് തന്നെ ഓൾറെഡി 2,500ഓളം ഒഴിവുകളാണ് എവിടെ വരുന്നത്? ചെന്നൈയിൽ വരുന്നതെന്നുള്ള കാര്യം, RRB ചെന്നൈനകത്ത് വരുന്നതെന്നുള്ള കാര്യം കൂടെ ഇവിടെ ഓർത്ത് വെക്കുക. പിന്നെ ടെക്നിക്കൽ സബ്ജക്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ ലെവൽ പ്ലേ ആയിരിക്കും. ടെക്നിക്കൽ സബ്ജക്ട്സ് നേരത്തെ കണ്ട സിലബസിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ? ഇല്ല. കണ്ടത് മുഴുവൻ നോൺ ടെക്നിക്കൽ സബ്ജക്ട്സ് ആണ്. കമ്പാരിറ്റീവ്ലി പുതിയ സിലബസ് എന്നല്ല, RRB കണ്ടക്ട് ചെയ്യുന്ന എല്ലാ എക്സാംസിനും ഈ സിലബസ് തന്നെയാണ്. പക്ഷേ ITI പഠിച്ചു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേരള PSC പഠിച്ചു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സിലബസ് ആയിട്ട് തോന്നാം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എന്താണ്? ഒരേ ലെവൽ പ്ലേ ഉള്ള ഒരു എക്സാമാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡി NTPC പരീക്ഷകൾക്കും ഉപകാരമാവുന്ന ഒരു സിലബസ് തന്നെയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ എക്സാമിന് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ, NTPCയുടെ നോട്ടിഫിക്കേഷനൊക്കെ ഉടനെ വരുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ആ എക്സാംസിനും കൂടി യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇതുവരെയും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്കിതൊരു സുവർണാവസരമാണ്. അപ്ലൈ ചെയ്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവർക്ക് അവരുടെ RRB മാറ്റാനോ പോസ്റ്റ് പ്രിഫറൻസുകളൊക്കെ മാറ്റി അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഇവിടെ കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഗ്രേഡ് 3ക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളതിനൊരു സ്റ്റഡി പ്ലാൻ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അപ്ലിക്കേഷൻ ലിങ്ക് 15 ദിവസത്തേക്ക് ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് സോൺ സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ട്രേഡ് സെലക്ട് ചെയ്യേണ്ടത്, ട്രേഡിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളൂ. ഈ 40 പോസ്റ്റുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോസ്റ്റ് ഉണ്ട്. ഈ 40 പോസ്റ്റിലേക്ക് നിങ്ങളുടെ ട്രേഡ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള ട്രേഡ് വെച്ചിട്ട് ആർക്കൊക്കെ ഏതൊക്കെ ട്രേഡുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഏതൊക്കെ ട്രേഡിനാണ് വേക്കൻസി കൂടുതലുള്ളത്, ഏത് RRBയിലാണ് ഇത്രയും പോസ്റ്റുകൾ ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ 4 വിഷയങ്ങളെയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട്, ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ ഭാഗമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ നോക്കിയിരിക്കുക. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ITI പഠിച്ചിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, ഇത് നിങ്ങൾ മിസ്സാക്കരുത്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ നിങ്ങളുടെ RRBയും അതുപോലെ തന്നെ പോസ്റ്റ് പ്രിഫറൻസും ഒക്കെ നോക്കി സെലക്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.